സിയോനിൽ നിന്നുണ്ടാകും ആജ്ഞാവിശേഷം എന്നിടമെല്ലാം അവർ കേൾക്കും. മനവർമ്മന്ത്രി പ്രജകൾ എന്നിവരെല്ലാവരിലും മനവർമ്മന്ത്രി പ്രജകൾ എന്നിവരെല്ലാവരിലും വസിച്ചിടും അനുസത്യാനുഗ്രഹങ്ങൾ വസിച്ചിടും
എന്തോ ആ ആ ആ നമുക്ക് രാവിലെ പോകുന്നുണ്ട്. രാവിലെ 4 4
നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ നമ്മൾ ആരംഭിക്കേണ്ട പോലെയാണ്. ക്ഷണം സ്വീകരിച്ച നമ്മുടെ സ്റ്റേറ്റ് ഓഫീസർ വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് മുമ്പായിട്ട് ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു ക്ലാസ് കൂടി നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് 10th കഴിഞ്ഞ +2 കഴിഞ്ഞ കുട്ടികൾ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ വെക്കേഷൻ്റെ സമയത്തോട് ആയിരിക്കുന്നില്ല. അവരടുത്ത് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ആശങ്ക കുട്ടികൾക്ക് മാത്രമല്ല അതിനേക്കാളുപരി പേരൻസിനൊക്കെ അത് വല്ലാതെ അലട്ടാറുണ്ട്. അതിനുള്ള ഒരു ക്ലാസ്സാണ് തുടർന്ന് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടും അകത്തേക്ക് കയറിയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള ഈ സെക്ഷൻ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന പ്രൊഫസർ ഫിലിമോൻ സാർ അവരുകളാണ്. നമ്മൾ കരങ്ങളെ അടിച്ച് നമുക്ക് സാറിന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ജസ്റ്റ് നമ്മുടെ സോണൽ ഡയറക്ടറായ വൈ ജോസ് ഫാസ്റ്റർ, അതുപോലെ ഞങ്ങളുടെ കൗൺസിലിംഗ് ബോർഡ് മെമ്പറും കൂടെയാണ്. കൗൺസിലിംഗ് ബോർഡ് ഡയറക്ടറായിട്ടുള്ള BT ജോയി ഫാസ്റ്റർ, ജോൺസൺ ഡാനിയൽ ഫാസ്റ്റർ, കോർഡിനേറ്റർ പിന്നെ DP പാസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്. എല്ലാവർക്കും സ്തുതിനാമത്തിൻ്റെ സ്നേഹത്തിനെ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കും പേരൻസിനും കരിയർ ഗൈഡൻസ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും വിദ്യാഭ്യാസം ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, അതിൻ്റെയൊക്കെയുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. നല്ല നല്ല ക്ലാസ്സുകൾ കേട്ടു. കൗൺസിലിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മുടെ വൈ ജോസ് ഫാസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ ജോൺസൺ ഡാനിയൽ ഫാസ്റ്റർ സെൽഫ് എസ്റ്റീം, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അങ്ങനെയുള്ള കൗൺസിലിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും. അതുപോലെ അവിടെ നമ്മൾ കുട്ടികൾക്കുള്ള സെക്ഷനിൽ, യൂത്തിൻ്റെ സെക്ഷനിൽ ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ കേട്ടു ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്ക് വേണ്ടതെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടു. ഞാനൊരു ജസ്റ്റ് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ആ വ്യക്തി ഒരു ദിവസം അയാളുടെ ഒരു ഗസ്റ്റായിട്ടൊരു വ്യക്തി ആ വീട്ടിൽ വരികയാണ്. ആ ഗ്രാമത്തിൽ വസിക്കുന്ന അയാളുടെ വീട്ടിൽ വരുന്നു. അയാൾ വന്നിട്ട് ഒരു ഡയമണ്ടിൻ്റെ ഒരു വില, ഡയമണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, ഡയമണ്ട് വിലയെ കുറിച്ച് അയാൾ പറയുകയാണ്. ചെറിയൊരു കൈയുടെ വിരലിൻ്റെ അത്ര ഉള്ള ഒരു ഡയമണ്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ മേടിക്കാം. ഒരു കൈപ്പത്തിയുടെ അത്ര ഉള്ള ഡയമണ്ട് ആണെങ്കിൽ അത് കൂടുതൽ സിറ്റി വലിയ ടൗൺ അത്രയും മേടിക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രമാത്രം ആ ഡയമണ്ടിൻ്റെ കൂടുതലുണ്ടോ അത്രയും അതിന് വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം എന്ത് ചെയ്യുക, സ്വന്തമാക്കാൻ കഴിയും. ആ ഡയമണ്ടിൻ്റെ വിലയെ കുറിച്ച് എന്ത് ചെയ്തു, ആ പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയോട് വന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ പോയി. പിന്നെ ഈ വ്യക്തി ഗ്രാമത്തിൽ വസിക്കുന്ന കർഷകൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, എങ്ങനെ ഈ ഡയമണ്ട് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച്. അയാൾ എനിക്ക് ഒരു ചെറിയ കഷ്ണം ഡയമണ്ട് കിട്ടിയാലും മതി അതോർത്ത് പുള്ളി ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വ്യാകുലപ്പെട്ട് പോകുമ്പം പുള്ളി ഒരു തീരുമാനം എടുത്തു. ഞാൻ എൻ്റെ ഈ ദേശത്തെല്ലാം ഞാൻ അന്വേഷിക്കുക, ആദ്യം കിട്ടുമോ എന്ന് നോക്കാമെന്ന് വെച്ചു. പക്ഷെ അയാൾ അവിടെ എല്ലാം നോക്കി, അയാളുടെ വീടിൻ്റെ അവിടെ എവിടെ എല്ലാം ഡയമണ്ട് കിട്ടുമോ. പക്ഷെ അയാൾക്ക് അത് കിട്ടിയില്ല. അയാൾ ഭാര്യയും കുട്ടികളെയും ഒരു സ്ഥലത്താക്കിയിട്ട് സ്വന്തമായ ആ സ്ഥലവും ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നു. ആ ഫാം അതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു, ആ പൈസ കൊണ്ട് പുള്ളി ഡയമണ്ട് അന്വേഷിച്ച് മറു രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ വ്യക്തി. അപ്പോൾ ഈ സ്ഥലവും കാര്യങ്ങളും മേടിച്ച വേറൊരു കർഷകൻ ആ പ്രദേശത്ത് തന്നെയുള്ള ആൾ തന്നെ ഈ സ്ഥലവും ഇതെല്ലാം മേടിച്ചു. അയാൾ ഒരു ദിവസം ഇങ്ങനെ പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തോട്ടിലെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു വസ്തു എടുത്ത് ഇറങ്ങുന്നത് കണ്ടു. അപ്പോൾ അയാൾക്ക് അത് തോന്നി, നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ, അത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നല്ല പ്ലേസിൽ വെക്കാം എന്നുള്ള രീതിയിൽ അയാൾ ആ ചെറിയൊരു കഷ്ണം
ആ തിളങ്ങുന്ന വസ്തു എടുത്തിട്ട് എന്ത് ചെയ്യും, അയാളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ആദ്യം വന്ന ആ വ്യക്തി പണ്ടൊരു ഗസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത ഒരു വ്യക്തിയില്ല. ആ വ്യക്തി കുറേ നാളുകൾക്ക് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ പിന്നെയും വരികയാണ്. ഗസ്റ്റായിട്ട് വരുമ്പോൾ അയാളുടെ റൂമിൽ തിളങ്ങുന്ന ആ വസ്തു കണ്ടിട്ട് ഈ ആളുടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അത് പശുവിനെ കുളിപ്പിച്ചിട്ട് നിന്നപ്പോൾ തോട്ടിൽ ഇങ്ങനെ കിടന്ന ഒരു വസ്തു തിളങ്ങുന്നു, സൂര്യപ്രകാശം തിളങ്ങുന്നു കണ്ടു, നല്ല കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിവിടെ എടുത്തുകൊണ്ടേ വെച്ചു എന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ വ്യക്തി പറഞ്ഞു, അയ്യോ ഇതാണ് ഡയമണ്ട്, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന്. അപ്പോൾ ഞാൻ തോട്ടിലാണ്, ഇതുപോലത്തെ ഇനിയും കിടപ്പുണ്ട്, കുറേ തിളങ്ങുന്ന വസ്തു അത് ആ തോട്ടിലൂടെ ഉണ്ട്, ആ വെള്ളത്തിൻ്റെ അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയമണ്ടാണ് ആ തോട്ടിൽ കിടന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വന്തമായ സ്ഥലവും വീടും എല്ലാം വിറ്റിട്ട് ആദ്യം പറഞ്ഞ ആ കർഷകൻ എന്ത് ചെയ്തു, ഈ ഡയമണ്ട് അന്വേഷിച്ച് എവിടെ പോകുന്നു, പുറം രാജ്യങ്ങളിൽ പോവുകയാണ് അല്ലേ. എന്നിട്ട് അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ ഈ മേടിച്ച ആ വ്യക്തിക്ക് അവിടെ കിട്ടിയത്. നമ്മൾ ആദ്യം കഥയുടെ സാരം എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ സാഹചര്യത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല, നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയ്യോ ഞാൻ ജീവിക്കുന്ന സാഹചര്യം അത് ഭയങ്കര മോശമാണ്, സാമ്പത്തികമില്ല, പല പല കാര്യങ്ങളും നമുക്ക് പറയാം, ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. വിദ്യാഭ്യാസത്തിനാണെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഈ ഇടുക്കി മേലെ പോലെ, ഞാൻ ഒരു ഇടുക്കിക്കാരനാണ്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന എന്താണോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, തൃപ്തരായി നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടും നമുക്ക് എങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്കിൽ എവിടെയൊക്കെ ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ്, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം, അതിലോട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം ഓപ്പർച്യൂണിറ്റി പിന്നെ ഒരു പ്രാവശ്യം വരണമെന്നില്ല. ഇപ്പോൾ കുട്ടികളായാലും ആരായാലും നമുക്കൊരു ചാൻസ് ദൈവം തരുവാണെങ്കിൽ നമ്മൾ ആ ചാൻസ് എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. നമ്മൾ പിന്മാറി എന്ത് ചെയ്ത് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാൻ ഞാൻ പാട്ട് പാടാം, നെക്സ്റ്റ് ടൈം പ്രസംഗിക്കാം, അങ്ങനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പിന്വാങ്ങി പോരുത്. ആദ്യം നമുക്ക് എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്, എന്തിനാണോ, വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ആദ്യം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, അത് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ആ സെയിം ഓപ്പർച്യൂണിറ്റി വേറൊരു പ്രാവശ്യം വരില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി വന്ന് ഡോറിൽ വന്ന് മുട്ടുമ്പോൾ നമുക്കത് അല്ലെങ്കിൽ ഭയങ്കര ഒരു സൗണ്ടായി അലസതയായിട്ട് തോന്നും. പക്ഷെ നമ്മളത് സ്വീകരിക്കുവാണെങ്കിൽ നമുക്കതൊരു വിജയമായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞത് മനോഭാവമുണ്ട്, ആ വ്യക്തിയുടെ മനോഭാവമുണ്ട്. ആ മനോഭാവം നമ്മൾ അവിടെ ഷെറിൻ പാസ്റ്റർ അവിടെ പറഞ്ഞു എത്ര മനോഭാവങ്ങളുണ്ട്, 4 മനോഭാവങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മനോഭാവം ഏതാണ്? ഐ ആർ ഓക്കെ, യു ആർ ഓക്കെ. കണ്ടോ? അപ്പം ഞാൻ നല്ലതാണ്, നിങ്ങളും എന്ത് ചെയ്യണേ, നല്ലത് തന്നെയാണ്, നിങ്ങൾ മോശമല്ല, അങ്ങനെ എടുക്കരുത്. അത് വ്യക്തമായിട്ടാണ് സുരേഷ് സാറോട് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എപ്പോഴും കാണുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഈ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യകത. അപ്പോൾ കൗൺസിലിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് സാർ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഒരുപാട് കൗൺസിലിംഗ് പറഞ്ഞു, ഞങ്ങളും കൗൺസിലിംഗ് പോകുന്നുണ്ട്, ഞങ്ങളെ എല്ലാവരും വിടും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഓഡിയൻസ്, ഞാൻ അധ്യാപകനാണ്, കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കൗൺസിലിംഗ് കൊടുക്കണം. അതുപോലെ അത് എല്ലാ സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലിംഗ് എങ്ങനെ റെപ്യൂട്ടഡ് കൗൺസിലേഴ്സ് അല്ലാതെ പാർഷ്യലായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ എൻ്റെ വരുന്ന കുട്ടികൾ, ഞാൻ ഇപ്പം ഫസ്റ്റ് ഇയറിൻ്റെ അഡ്വൈസറാണ്, ക്ലാസ് അഡ്വൈസറാണ്, B.Tech ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ വിഷയം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് ഇയർ അഡ്വൈസറാണ്. 65 സ്റ്റുഡൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. അപ്പോൾ അവരെ വരുമ്പോൾ, അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ ആഗ്രഹിക്കാത്ത വിഷയങ്ങളാണ് അവരെന്ത് ചെയ്യണേ, എൻജിനീയറിംഗ് ആഗ്രഹിക്കാതെ എന്നിട്ട് എന്ത് ചെയ്തു, എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി ക്ലാസ്സിൽ വരുന്ന കുട്ടികളാണ്. അത് പറഞ്ഞു വരുന്നത്, മാതാപിതാക്കൾക്കും ഇതിനകത്ത് പങ്കുണ്ട്, കുട്ടികൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. നമ്മുടെ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം അതിൽ 2 പേർക്കും പങ്കുണ്ട്. അത് ഒരു കുട്ടിക്ക് എൻജിനീയറിംഗ് വേണ്ട, പക്ഷേ മാതാപിതാക്കൾ പറയുവാണ് അവൻ എൻജിനീയറിങ്ങിനെ വിടുകയുള്ളൂ. അങ്ങനെ അവനെ വിട്ടിട്ട് അവനവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ വന്ന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്നൊക്കെയാണ് നമുക്കറിയാം. അത് ഞാൻ പറഞ്ഞു വരാം. അപ്പം 2 പേർക്ക് ഇതിനകത്ത് നിൻ്റെ പങ്കുണ്ട്.
കുട്ടികൾക്കും കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ പങ്കുണ്ട്, മാതാപിതാക്കൾക്കും എന്തുണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ പങ്കുണ്ട്. നമ്മൾ ഇത് എവിടെയൊക്കെ കോഴ്സുകളുണ്ട്, എങ്ങനെയുണ്ട്, അതാണ് കരിയർ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ആവശ്യകത ഏതാണ്? ഏത് കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വിജയവും നല്ല കാര്യം നടക്കും. അല്ല, നമ്മൾ ഉദ്ദേശിക്കാത്തതല്ല നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എങ്കിൽ ആ കുട്ടിയുടെ ഭാവി എന്ത് ചെയ്യും? നഷ്ടമായി തീരും. അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. കൗൺസിലിംഗ് ചെയ്യുന്ന പാസ്റ്റേഴ്സിന് അറിയാൻ പറ്റും. കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോഴൊക്കെ അവർ ഉദ്ദേശിക്കാത്ത കോഴ്സിലായിരിക്കും അവരെ അപ്പനും അമ്മയും വിടുന്നത്. അവിടെ അവർക്ക് ഇഷ്ടമല്ല. പറഞ്ഞു വരാം. അപ്പം ഇതിന് പറഞ്ഞു വന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായതോ? കൗൺസിലിംഗ് കരിയർ ഗൈഡൻസിൻ്റെ റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ല. ഞാൻ പറഞ്ഞു ബിടെക്കിനൊക്കെ വരുമ്പോൾ ചില കുട്ടികൾ ആഗ്രഹിക്കാതെ വരുന്നത്, അവരവിടെ വന്നിട്ട് സ്ട്രൈക്ക് എടുക്കുന്നു, പാർട്ടി ചേരുന്നു, വേറെ വേറെ ആക്ടിവിറ്റീസ്, പ്രശ്നക്കാരായി മാറുക. അവർക്ക് അത് പഠിക്കുവാനൊന്നും കഴിയുന്നില്ല. അതാണ് ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിനുള്ള ഇത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. 10ാം ക്ലാസ് എന്ന് പറയുന്നത് അവിടെയാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ്റെ ഈ സ്റ്റാർട്ടിങ്, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും 10th-ലാണ്. അതിന് മുമ്പ് തൊട്ടുണ്ട്. ഇപ്പോൾ 6th തൊട്ടൊക്കെ കോച്ചിങ് ഉണ്ട്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇടുക്കിനെ ബേസ് ചെയ്ത് ഞാൻ പറയാം. ഇടുക്കി പോലുള്ള ഇവിടെ ഞാനും ഇടുക്കിക്കാരനായതുകൊണ്ട് ഇടുക്കി താത്തി പറയുന്നതല്ല, നമുക്കൊന്നും ഒരു എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അറിവുകളൊന്നും കൂടുതലായിട്ട് കിട്ടുന്നില്ല. പല പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ എല്ലാ ഉള്ളേരിയയിലാണ്. നമ്മുടെ ഈ പറഞ്ഞ എൻട്രൻസ് കോച്ചിങ്, അങ്ങനത്തെ പല ടെസ്റ്റുകളുടെ ഇതിനെ കുറിച്ച് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല. ഈ ഇടുക്കിയുള്ള ഉള്ളേരിയയിലോട്ടൊന്നും അത്ര കിട്ടുന്നില്ല. ടൗൺ ഏരിയയിലാണെങ്കിൽ എന്ത് ചെയ്യും, മാതാപിതാക്കൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കും, അവർ ജോലി ചെയ്യുന്നവരായിരിക്കും. അവിടെ നിന്നും ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്നും ഏത് കോഴ്സിനാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളതെന്നെല്ലാം എന്ത് ചെയ്യാം, ടൗണിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. നമ്മൾ ഹൈറേഞ്ചിലെ ഒരു കുറേ പിന്നോക്ക ജില്ലയാണെങ്കിൽ തന്നെ നമുക്ക് മാതാപിതാക്കൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരല്ലായിരിക്കും. അവിടെയാണ് ഈ കരിയർ ഗൈഡൻസിൻ്റെ ഒക്കെ പ്രസിദ്ധി വരുന്നത്. എന്തിനാണ് കരിയർ ഗൈഡൻസ് ഇങ്ങനെ, എന്തിനാണ് ഇത് കേൾക്കുന്നത്? ഒരു കരിയർ ഗൈഡൻസ് കൗൺസിലിങ്ങിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യണോ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ? അതോ കിട്ടിയ കോഴ്സിന് പോയാൽ മതിയോ? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. കിട്ടിയ കോഴ്സ് എനിക്കിതാ കിട്ടിയുള്ളൂ, ഇത് ഞാൻ പഠിക്കാം. ഇപ്പം എൻ്റെ ഇതിൽ 10ാം ക്ലാസ്സിലാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ, ഏതിലൂടെ പോകണം, എങ്ങോട്ട് പോകണം എന്ന് നമ്മൾ ശരിക്കും തീരുമാനിക്കേണ്ടത് 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ +2-ന് പോകുന്നു. പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുക്കണം? +2 കഴിഞ്ഞവരുണ്ടാവും, അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഏത് സ്ട്രീമിൽ നമ്മൾ +2 ചെയ്യണം? മെയിനായിട്ട് +2-ൻ്റെ സ്ട്രീം എന്ന് പറയുന്ന സയൻസ് സ്ട്രീമുണ്ട്, കൊമേഴ്സ് സ്ട്രീമുണ്ട്, ആർട്സ് ഉണ്ട്, ആർട്സ് സ്ട്രീമുണ്ട്. അതിനകത്ത് സയൻസ് ഈ മൂന്നിലും അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എഞ്ചിനീയറിംഗിന് പോകണോ, മെഡിസിന് പോകണോ, സയൻസ് ആയിട്ടുള്ള അതിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ കുട്ടിക്ക് സയൻസ് സ്ട്രീമിൽ മാത്സ് ഉണ്ട്. മാത്സിന് ആ കുട്ടി എത്രമാത്രം ബ്രില്യൻ്റ് ആണ് അതൊക്കെ അവിടെ വരും. അതെല്ലാം നോക്കിയിട്ടാണ് സ്ട്രീം തിരഞ്ഞെടുക്കേണ്ടത്. ആർട്സ് ഉണ്ട്, ഹിസ്റ്ററി, അങ്ങനെ അവിടെ കോഴ്സുകൾ, കൊമേഴ്സ്. അപ്പം അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഈ കുട്ടിയുടെ ബാക്കിലുള്ള പഠിത്തം, അതിൻ്റെ കുട്ടി എത്രമാത്രം ഏതൊക്കെ വിഷയത്തിൽ. ഇപ്പോൾ ഫിസിക്സൊക്കെ നന്നായിട്ട് 10ലും 9ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്, നല്ല മാർക്കുള്ള പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഏത് രീതിയിലോട്ട് വിടണം, ഏത് കോഴ്സിലോട്ട് വിടണം. അപ്പോൾ 10ലാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം ഈ 3 സ്ട്രീമാണുള്ളത്: ആർട്സ്, സയൻസ്, കൊമേഴ്സ് സ്ട്രീം. ഈ 3 സ്ട്രീമും ഉണ്ട്. ഈ 3 സ്ട്രീമിനെ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റുള്ള എല്ലാ കോഴ്സുകളും പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 10 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം ആർട്സ് എടുത്തു, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആർട്സ് എടുത്തു, +2-ന് ആർട്സ് എടുത്തു, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തു. കുട്ടിക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ മെഡിസിന് MBBS-ന് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നോക്കണം നമ്മൾ. അപ്പോൾ ഈ സ്ട്രീം സെലക്ട് ചെയ്യുന്നതിൽ നമുക്കൊരു അറിവുണ്ടായിരിക്കണം, ഏതൊക്കെ സ്ട്രീം എടുത്താൽ ഏതൊക്കെ കോഴ്സ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് +2 ലെവലിലാണ്. +2 ലെവലിൽ CBSE, ICSE സ്ട്രീംസ് ഉണ്ട്. ഇവിടെ ആണെങ്കിലും നമുക്ക് എല്ലാ സ്കൂളുകളൊക്കെ ഉണ്ട്. +2 ലെവലിൽ പിന്നെ സയൻസ് സ്ട്രീം, ഫിസിക്സ്, സയൻസ്, കൊമേഴ്സ്, ആർട്സ്, ഈ 3 ശരിക്കും നമ്മുടെ വേറൊരു ഇതാണ് പോളിടെക്നിക്. കേട്ടിട്ടുണ്ടോ? പോളിടെക്നിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഈ കുട്ടികളോട് പറയാനുള്ളത്, കുട്ടികൾക്കൊരു
ഒരു അംബീഷൻ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ 8-ലോ 9-ലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണ് കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ആ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഇപ്പം എന്നെ സംബന്ധിച്ച് മാത്സൊക്കെ മറ്റുള്ള വിഷയത്തെ താരതമ്യം ചെയ്ത് പോകുമ്പോൾ മാത്സ് കുറച്ച് വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ +2 ഞാൻ പഠിച്ചത്, പ്ലസ് ടു അല്ല, പ്രീ ഡിഗ്രി ആയിരുന്നു, UC കോളേജിലാണ് പഠിച്ചത്. അപ്പം മാത്സ് എടുത്തു, പ്രീ ഡിഗ്രി മാത്സ് എടുത്തു. അപ്പോൾ നമ്മളപ്പോൾ ചില പിള്ളേർക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ബയോളജി പഠിച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസ് വല്ല പിള്ളേരുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്. എഞ്ചിനീയറിംഗിന് വരുന്നത് ബയോളജി പഠിച്ചു, ഒരു +2 എന്താ എടുത്തത്, ബയോളജി എടുത്തത്. ഇവിടെ വന്നപ്പോഴോ എഞ്ചിനീയറിംഗിന് വന്നപ്പോഴോ ഏതെടുത്തു, കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. ഇത് രണ്ടും രണ്ട് ലെവലിൽ കിടക്കുക. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ +2 കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, +2 കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പിള്ളേരും ഉണ്ട്, ബയോളജി പഠിച്ച പിള്ളേരുമാണ് എൻ്റെ ഈ 65 പിള്ളേർ. അപ്പം നമ്മൾ പഠിക്കുന്ന ലെവലിൽ അവർ +2 ലെവലിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടെന്നുള്ള ലെവലിലാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ബയോളജി പഠിക്കുന്ന പിള്ളേർക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാകില്ല. കണ്ടോ? നമ്മൾ ഏത് വഴിയും നമ്മൾ കുട്ടികളെ വിടണമെന്ന് പേരൻസിനും എന്ത് ചെയ്യണം, ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഏത് വിദ്യാഭ്യാസത്തിൻ്റെയും ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായില്ല എങ്കിൽ ആ കൊച്ചപ്പം തന്നെ എന്ത് ഡൗൺ ആയി പോവാം. ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഫസ്റ്റ് ക്ലാസ് അല്ല, ടീച്ചേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിന് ഇപ്പോൾ എല്ലാത്തിനും ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, ഓറിയൻറ്റേഷൻ കൊടുക്കും. ഈ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ഇവരോട് പറയും, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിനായിരിക്കില്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് പറയും. ഒരാഴ്ചത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എല്ലാ കോളേജുകളിലും നടത്തും. വരുന്ന കുട്ടികളെ ഓറിയൻറ്റേഷൻ നടത്തും. നിങ്ങളെ ഡോക്ടർ ആരൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചത്, പക്ഷേ കിട്ടിയത് എന്താണ്, എഞ്ചിനീയറിങ്ങിനാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ അതെല്ലാം എന്തെങ്കിലും ഇവർ പ്രൊമോട്ട് ചെയ്ത് അവരെ കുറച്ചും കൂടി അതൊന്നും മായ്ച്ചു കളയും. ഡോക്ടർ ആണെന്നുള്ളതിൻ്റെ അത് മായ്ച്ചു കളയും. അതിന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൊടുക്കും. അങ്ങനെ അവർ ഓറിയൻറ്റേഷൻ കൊടുത്ത് അവരെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയുള്ള ഇതുണ്ടാകും. അപ്പോൾ അത് നമ്മളത് പറഞ്ഞ എക്സാം മനസ്സിലായി. ബയോളജി എടുത്തു, എൻ്റെ വരെ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ആദ്യം തന്നെ എന്ത് ഡൗൺ ആവും. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, അയ്യോ അതിങ്ങനെ വന്ന് ഫസ്റ്റ് എക്സാം വരുമ്പോൾ അതിനകത്ത് മാർക്ക് കുറവ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പിള്ളേർ കുറച്ച് മാർക്ക്, നല്ല മാർക്കുണ്ട്. അത് ആ 4 വർഷം എന്ത് ചെയ്യും, ഇവരെ എന്ത് ചെയ്യും, ഇതിങ്ങനെ അടിക്കൊണ്ടിരിക്കും. അതാണ് ഒരു പ്രശ്നം കേട്ടോ. അപ്പം ഈ 4 പറഞ്ഞല്ലോ, ബിടെക് ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞത് പോളിടെക്നിക്കാണ്. പോളിടെക്നിക്ക് ഒരുപാട് പോളിടെക്നിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക്കിനും പോവാം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിനും പോവാം. പോളിടെക്നിക്ക് എഞ്ചിനീയറിങ്ങിനേക്കാൾ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപനം ആയതുകൊണ്ട് പറയുവാണ്, എഞ്ചിനീയറിങ്ങിനേക്കാളും കുറച്ചും കൂടി എന്നല്ല, ചില ബ്രാഞ്ചുകൾക്ക് എഞ്ചിനീയറിങ്ങിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ചില ബ്രാഞ്ചുകൾക്ക് എഞ്ചിനീയറിങ്ങിന് ഒരുപാട് മോശമായിട്ടാണ്, ജോലി കിട്ടുന്നില്ല. വെറുതെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെവലിലാണ് നടക്കുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്, ജോലി ഇല്ലാതെ നോക്കുന്നുണ്ട്. പ്ലസ് ഈ പോളിടെക്നിക്കിനാണ് പോകുന്നതെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഡിപ്ലോമ എവിടെയെങ്കിലും ചെറിയ ജോലികൾ നേറി പുറത്തോട്ടോ അവിടെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പോളിടെക്നിക്കിൽ സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പോളിടെക്നിക്ക് എഞ്ചിനീയറിങ്ങിന് സീറ്റ് കിട്ടാൻ ഇപ്പം എളുപ്പമാണ്. കാരണം ഒരുപാട് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫ്രീ സീറ്റ് കിടക്കുക. പോളിടെക്നിക്കിൽ ഇപ്പം അവരെന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പോളിടെക്നിക്ക് ആക്കിയാൽ കൊള്ളാം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. ഞങ്ങൾ പോളിടെക്നിക്ക് ആക്കിക്കോട്ടെ. അത് പോളിടെക്നിക്ക് കോളേജാണ്, സ്കൂളല്ല, പോളിടെക്നിക് കോളേജ് എന്നാണ് പറയുന്നത്. പോളിടെക്നിക് കോളേജ് അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ നെടുങ്കണ്ടത്തുണ്ട്, അടുത്തുണ്ട്. നെടുങ്കണ്ടത്തൊക്കെ ഒരുപാട് സീറ്റുകൾ ഫ്രീ ഉണ്ട്. നെടുങ്കണ്ടം പോളിടെക്നിക് ഉണ്ട്, ഇവിടെ വട്ടിപ്പെരിയാർ പോളിടെക്നിക് ഉണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഡയറക്ടർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ് പോളിടെക്നിക് എല്ലാം. പോളിടെക്നിക്കിൽ ഒരുപാട് ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ITCയും ITAയും. കേട്ടിട്ടുണ്ടോ? ITC ITA ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, സെൻറ്ററും ഉണ്ട്. ITIയും ITC ഇലക്ട്രീഷ്യൻ, കാർപ്പൻറ്റർ, അങ്ങനെ ഫിറ്റർ. ITA സെൻറ്ററില്ല, അത് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി. പോളിടെക്നിക്ക് അത് കോളേജാക്കി, മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി. അങ്ങനെ ഓരോ പ്രാവശ്യം മാറി വരുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ആൻഡ് ലാബറട്ടറി ടെക്നോളജി, ഇത് DMLT എന്ന് പറഞ്ഞ കോഴ്സുണ്ട്, ഡിപ്ലോമ കോഴ്സുകൾ.
ഇങ്ങനെ അതൊക്കെ ഈ ഗേൾസ് പെൺകുട്ടികൾക്ക് പോകാവുന്ന കോഴ്സുകളാണ്. പെൺകുട്ടികൾ ഇപ്പം കൂടുതൽ നേഴ്സിങ്ങിനോട് കുറേ പേർക്ക് താല്പര്യമുണ്ട് അല്ലേ? നേഴ്സിംഗ്, BSc നേഴ്സിംഗ്, ജനറൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ അഡ്മിഷൻ ഒന്നും കിട്ടാത്ത കുട്ടികളുണ്ട്. അവർക്ക് ഈ ഡിപ്ലോമ കോഴ്സുകൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം CT സ്കാൻ ടെക്നീഷ്യൻ, സ്കാനിങ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അത് പോളിടെക്നിക്കിലും ഡിപ്ലോമയിലും ഉണ്ട്, അല്ലാതെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ടും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന +2 ലെവലിൽ പറഞ്ഞു. +2 ലെവലിൽ ഈ സയൻസ് സ്ട്രീം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MBBSന് പോവാം, പറഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പോവാം. എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ എഞ്ചിനീയറിങ്ങിന് കേരളത്തിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അതല്ലാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് അവർ എഞ്ചിനീയറിംഗ് നടത്തുന്നുണ്ട്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒറ്റ സിലബസിൻ്റെ പണ്ട് MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ 3 യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു BTech കോഴ്സുകൾ നടത്തിയത്. ഇപ്പം അങ്ങനെയല്ല. 2014 തൊട്ട് ഒറ്റ ഒരു സ്ട്രീമിൻ്റെ ഒറ്റ ഒരു ഇതുള്ളൂ. അത് ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ BTechൻ്റെ. അപ്പം പിന്നെ കുസാൻ്റെ ഡയറക്ടർ ഇതിന് എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിനൊക്കെ അറിയാമോ? എൻട്രൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇടുക്കിക്ക് പ്രശ്നം എന്താണെന്ന് എങ്ങനെ എഴുതണം, എന്ത് എഴുതണം. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ മണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ്, തൊടുപുഴ നിന്ന് കുറച്ചും കൂടി പോകണം. 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം PDC ഉണ്ടായിരുന്നു. ഒരുപാട് പേരൻസ് കൃഷിപ്പണിക്കാരാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം എൻ്റെ ഒരു ചെറിയ പാസ്റ്റർ ABS എന്ന് പറയും, ഇവിടെ മണ്ണപ്പുറം ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. അപ്പോൾ അന്ന് ചേട്ടാ ഈ ആലുവയിലായിരുന്നപ്പോൾ ആലുവ ടൗൺ ആണല്ലോ, അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടി. കണ്ടോ, നമ്മുടെ ഈ ഇടുക്കി ഇങ്ങനെയുള്ള ഉള്ളേരിയയിലുള്ള പ്രശ്നം അതാണ്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നമുക്ക് അവിടെ അങ്ങനെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി ആലുവ UC കോളേജിൽ PDG പഠിച്ചു. അങ്ങനെയാണ് എൻട്രൻസിനെ കുറിച്ച് കേട്ടതും. എൻട്രൻസ് ഓരോ ദിവസം വൈകുന്നേരം കോച്ചിങ്ങിന് പോവുകയും അങ്ങനെ റാങ്ക് നേടുക, അങ്ങനെയാണ് ഞാൻ ഇത് പോയത്. അപ്പം നമുക്കിവിടെ എൻട്രൻസ് കോച്ചിങ് കട്ടപ്പനയിലുണ്ടെന്ന് തോന്നുന്നു. എൻട്രൻസ് കോച്ചിങ് ഈ പറഞ്ഞ നമ്മുടെ എഞ്ചിനീയറിംഗിനുള്ള എൻട്രൻസ് കോച്ചിങ് ഒക്കെ കട്ടപ്പനയിലുണ്ട്. അപ്പം അത് പിന്നെ വേറെ ഇപ്പോൾ +2 ലെവലിൽ പറയുമ്പോൾ പിന്നെ മെഡിക്കൽ MBBSന് 5.5 വർഷമാണ് MBBS എന്ന് പറയുന്നത്. MBBSന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല റാങ്ക് കിട്ടണം. ഇത് CCKerala.org എന്ന് പറയുന്ന ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. എൻട്രൻസും കാര്യങ്ങളും. BDS ഉണ്ട്, ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി, BSc നഴ്സിംഗ്, BPharm, അതുപോലെ ഡോക്ടർ ഓഫ് ആയുർവേദയുണ്ട്, BHM ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി ഉണ്ട്, BUMS യുനാനി മെഡിസിൻ അങ്ങനെയുണ്ട്. ഫുഡ് ആൻഡ് പിന്നെ ഡിസൈൻ കോഴ്സുകളൊക്കെ ഉണ്ട്. ഫാഷൻ ഡിസൈനും ടെക്സ്റ്റൈൽ ഡിസൈൻ, ലെതർ ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഡിസൈൻ ഉണ്ട്. അങ്ങനെയുള്ള പറഞ്ഞ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ നിർത്താം. ഞങ്ങളുടെ കോളേജിൽ വരുന്ന കുട്ടികൾക്ക് ആർട്സിന് നല്ല കഴിവാണ്. ആർട്സ് എന്ന് പറഞ്ഞാൽ വരയ്ക്കാനൊക്കെ നല്ല കഴിവുകളുണ്ടായിരുന്നു. അവരെന്താണ് ആ മതിലെല്ലാം മതിലും വരയ്ക്കരുത്, ഭിത്തിയിലൊന്നും വരയ്ക്കരുത്. മറ്റേ കല്ലിങ്ങോട്ടൊക്കെ മതിൽ അതിലെല്ലാം പെയിൻ്റ് അടിച്ച് അവിടെ കാണണം. നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് ഇപ്പോൾ ഒരു മരം നിൽക്കുവാണെങ്കിൽ അതിൻ്റെ വേരുകൾ താഴത്തോട്ട് മരമുണ്ടോ വണ്ടി. ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പം മരത്തിൻ്റെയും വേരുകൾ കറക്റ്റായിട്ട് കാണും. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അവരൊക്കെ നല്ല ഡിസൈൻ ടെക്നോളജി അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം, നമുക്കൊന്ന് തീരുമാനം എടുക്കണം ഏത് കോഴ്സാണ്. അത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പേരൻസ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ദൈവം നമ്മളെ പറയുന്നത്. കരിയർ ഗൈഡൻസിനെ കുറിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല ഒരറിവ് നമുക്ക് പകർന്ന സാറിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സാറിന് അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹീതനായ ഒരു ദൈവവാസനാണ്.
ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ദേവസഭയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. തുടർന്നും അനേക കുഞ്ഞുങ്ങൾക്ക് ഒരു വഴികാട്ടിയെ കർണദാസനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൗൺസിലിംഗ് സെമിനാറിൻ്റെ സെക്ഷൻ ഇവിടെ വെച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണ്. വിശേഷിച്ച് ഈ ഹൈറേഞ്ച് സോണിൽ ഞാൻ കടന്നു വരുവാൻ, ഈ സഭയിൽ കടന്നു വരുവാൻ, ഇങ്ങനെ നിങ്ങളോട് ഒരുമിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ പോലെ ആത്മസംരക്ഷണ ദൈവത്തിക്കപ്പെട്ട നിമിഷത്തിന് ഞങ്ങൾ നന്ദി പറയുകയും നിങ്ങളോടുള്ള പ്രത്യേകമായ കൃതജ്ഞത ഞങ്ങൾ അറിയിക്കുന്നു. വിശേഷ ഹൈറേഞ്ച് മേഖല ഡയറക്ടർ സഹോദരങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നു. ഇവിടെയുള്ള ദൈവദാസന്മാർ നിങ്ങളെല്ലാവരും കടന്നു വന്ന ഞങ്ങൾ സംബന്ധിച്ചു. നിങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ വന്ന് ഈ സെമിനാറിൽ പങ്കെടുത്തു. നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിനും ഞങ്ങളുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മുളക്കുടയിൽ മൗണ്ട് സിയോൺ എന്ന പേരിൽ കൗൺസിലിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ശുശ്രൂഷ കൗൺസിലിംഗ് സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. സർവശക്തനായ എല്ലാവരെയും കാണുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ചെയ്യുന്നു. ദൈവം എന്നെ സഹായിക്കുമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മൾ പ്രാർത്ഥിച്ചാരംഭിച്ച കൗൺസിലിംഗ് പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി ഈ സോണിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ ഡയറക്ടർ പാസ്റ്റർ വ്യക്തി ജോയി, അതിൻ്റെ സെക്രട്ടറി, കോർഡിനേറ്റർ, മറ്റ് ബോർഡ് മെമ്പേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സോണിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിനു ലൈവായിട്ട് അദ്ദേഹം തൻ്റെ സ്വന്തം അധ്വാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാദേശിക സഭ നമുക്കിതുപോലെ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി അവർ വളരെയധികം നമുക്ക് വേണ്ടി ഹോള് സംവിധാനങ്ങളെല്ലാം വിട്ടു തന്നല്ലോ. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒടുവിൽ എല്ലാവർക്കും നന്ദി പറയും. നമുക്കൊരുമിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓഫീസിൽ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ ദാസൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും കൂടെ കരമടിച്ച് നമ്മുടെ ഓഫീസിനെ നമ്മൾ സ്വീകരിക്കും. സാറിനോട് ചോദിച്ചു, ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടെ ഓഫീസ് പ്രത്യേകിച്ചൊന്നും നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. ഈ കട്ടപ്പന ഈ ഹോളിൽ വെച്ചും അപ്പോൾ തന്നെ ഇന്ന് നമുക്ക് ഈ ചർച്ചിലെ മെമ്പറും അപ്പോൾ തന്നെ ഇതിന് തൊട്ടു മുമ്പിൽ കാണുന്ന ക്രൈസ്റ്റ് ട്യൂഷൻ സെൻ്റർ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഓഫീസിൻ്റെ പ്രവർത്തനത്തിനായിട്ട് വിട്ടുതരാമെന്ന് സജി ഫെർണാണ്ടസ് നമുക്ക് വാക്ക് തരുവാനിടയായി. എല്ലാവരും ഒന്ന് കരമടിച്ച ദൈവത്തെ നല്ല മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻദാസൻ നമ്മുടെ ഓവർസിയർ വളരെ തിരക്കുള്ള ഒരു ടൈമാണിത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഒരു സ്നേഹിതൻ, നമ്മുടെ ഒരു പാസ്റ്ററുടെ മകൻ്റെ വിവാഹം കർത്താവിൻ്റെ ദാസൻ ആശീർവദിക്കണമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ലേറ്റായത്. എങ്കിലും 3 മണി എന്ന് പറഞ്ഞെങ്കിലും അതിനുള്ളിൽ തന്നെ 3:30-ക്കുള്ളിൽ തന്നെ നമ്മൾ 3:30-ക്കാണ് പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഓഫീസിൽ വന്നു. പ്രത്യേകം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ നമ്മോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കും. നമ്മുടെ സോണലിൽ 6 സെൻ്ററുകളാണ് ഉള്ളത്. അതിൽ 3 സെൻട്രൽ പാസ്റ്റേഴ്സ് മാത്രമേ നമ്മുടെ നടുവിലുള്ളൂ. ബാക്കി 3 സെൻട്രൽ പാസ്റ്റേഴ്സ് വന്നിട്ടില്ല. ഒത്തിരി ദൈവദാസന്മാർ ഇനിയും വരാനുണ്ട്. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപേ 3-3.5 മാസങ്ങൾക്ക് മുൻപേ നമ്മൾ ക്രമീകരിച്ച നോട്ടീസ് എല്ലാ സഭകൾക്കും നോട്ടീസ് കൊടുത്ത് എല്ലാ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനെ അറിയിച്ച് ഓരോ മാസവും ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനെ പ്രത്യേകം വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചതായിരുന്നു.
എന്നിട്ടും പല പ്രിയപ്പെട്ടവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ ദുഃഖമുളവാക്കുന്ന കാര്യമാണ്. നമ്മുടെ സോണലിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ 6 സെൻട്രൽ പാസ്റ്റേഴ്സും എല്ലാ ലോക്കൽ സഭാ ശുശ്രൂഷകന്മാരും എല്ലാ ദൈവമക്കളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ഓവർസിയർ ഇത്രയും ത്യാഗം സഹിച്ച് വളരെ മറ്റൊരു ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ നമുക്ക് വേണ്ടി ഓടി വന്നതാണ്. അദ്ദേഹം നമ്മുടെ നടുവിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടുകളും നമ്മുടെ ഓവർസിയർക്ക് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവിൻ്റെ ദാസനെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ഈ സോണൽ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്റെ എല്ലാ നല്ല കൈത്താങ്ങലുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് നമ്മുടെ ഓവർസിയർ നമ്മോട് സംസാരിക്കുകയും ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ ഹൈറേഞ്ച് സോണലിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോടെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കടന്നുകൊണ്ടിരിക്കുന്ന പ്രേമങ്ങളും ശേഷമാണ് ഈ മേഖലയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിദാസൻ, നമ്മുടെ പ്രിയ ജോസ് പാസ്റ്റർക്ക്, അതുപോലെ തന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന മാഷ പി ജോയി, നമ്മുടെ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരിക്കുന്ന മാഷ ജോൺസൺ നാരായണൻ അവർ, ഈ മേഖലയുടെ ചുമതലക്കാരായിരിക്കുന്ന കർത്താവിദാസൻ പ്രിയ തോമസ് സാറ്, രാജു നയനൻ, മാഷ കെ ജി ജോൺ, ദേവസ്വയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, സ്തോത്രം, സ്റ്റേറ്റ് ട്രഷറർ, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഡിസ്ട്രിക്ട് ഭാഷമായിരിക്കുന്ന മാഷ ടി പി മാത്യു, മാഷ ജെയിംസ്, മാഷ രജി കുര്യൻ, എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. സ്തോത്രം. നമ്മളെല്ലാവരുടെയും സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൗൺസിലിംഗ് ബോർഡിൻ്റെ പല മെമ്പേഴ്സും ഇവിടെ ഉണ്ടല്ലോ, കഥാപരമായി സഹായിക്കുന്നു. എന്നാൽ രാവിലെ മുതൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് അവിടെ നടന്ന സെമിനാറായിട്ടും അനുഗ്രഹമായി തീർന്നു ഞാൻ വളരെ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പുരോഗതിക്കായിട്ടാണ് നമ്മളെ സോൺ സംവിധാനം ഉണ്ടാക്കാൻ എല്ലാ മേഖലയിലും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൺവെൻഷൻ അമ്പലത്തിനും പിന്നെ ട്രാൻസ്ഫറൊക്കെ ആയിട്ട് ഹൈറേഞ്ച് മേഖല അതിൻ്റെ ശക്തമായ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഓഫീസ് തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളെക്കാൾ വലിയായി ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നതിന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മൾ സോൺ തിരിക്കാനായിട്ട് ഒരു കാരണം പ്രധാനപ്പെട്ട സഭയുടെ വളർച്ചയെ മുൻനിർത്തി എല്ലാ സഭകളിലും ഞങ്ങൾക്ക് മുളക്കരയിൽ നിന്നും വന്ന് എത്തുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ സോൺ തിരിക്കുമ്പോൾ സോണൽ ഡയറക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സെക്രട്ടറി, ട്രഷറർ, കോർഡിനേറ്റർ, ജോയിൻറ്റ് സെക്രട്ടറി, ജോയിൻറ്റ് ട്രഷറർ അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടാനും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുവാനും അപ്പോൾ തന്നെ കൂടുതലായ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അത് ഞങ്ങളെ അറിയിക്കാനും ഒക്കെയായ ഒരു മുഖാന്തരമായിട്ടാണ് ഈ സോൺ തിരിക്കുവാനായിട്ടിടയായത്. അത് നല്ല നിലയിൽ തന്നെ കേരളത്തിലെ എല്ലാ സോണുകളും പ്രവർത്തിക്കുന്നു. പലയിടത്തും ഞാനത് പോയി കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ണൂർ, വയനാട്, കോഴിക്കോട് മേഖലകളിലൊക്കെ പോയി അവരുടെ പ്രവർത്തനങ്ങളെ കാണാനും വിലയിരുത്താനും
കർത്താവിനെയും സഹായിച്ചു. കണ്ണൂർ ബൈബിൾ സ്കൂളിൻ്റെ പ്രോഗ്രാമിൽ ജോൺസൺ സാറുണ്ടായിരുന്നു. സ്തോത്രം. മേഖലയുടെ ചുമതലയിൽ അവിടെ ഒരു സ്നാനക്കുളം അവിടെയുള്ളതായ എല്ലാവർക്കുമായി ഈ പണിയുവാനും അത് പ്രതിഷ്ഠിക്കുവാനും കർത്താവ് സഹായിച്ചു. ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിലയിരുത്തലിൽ ഏറ്റവും സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന, സാമ്പത്തികമായി ഒത്തിരി പരാധീനങ്ങളുള്ള, സാമ്പത്തികമായി മറ്റു മേഖലകളെ പോലെ ഒരു ഉന്നമനത്തിലേക്ക് വരാത്തൊരു മേഖല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഈ മേഖലയെപ്പറ്റി കൗൺസിലിൽ പലപ്പോഴും സംസാരിച്ച, കൗൺസിൽ പലപ്പോഴും ഈ മേഖലയുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള പാസ്റ്റർ വൈ ജോസിനെ തന്നെ ഈ മേഖലയുടെ ഡയറക്ടറാക്കി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഒരു ഓഫീസില്ല എന്ന് അദ്ദേഹം കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പോയി. സജിയോട് തന്നെ ചോദിക്കാം, സജിയുടെ സംവിധാനങ്ങൾ ഞങ്ങൾ വിട്ടുതരണം. എന്നോട് ചെന്നപ്പോൾ മനസ്സിലായി സജി ഓൾറെഡി അത് പറഞ്ഞു. സജി വന്നിട്ടില്ല. കാരണം വൈബിയോടെ ബന്ധത്തിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സജി ഫെർണാണ്ടസ് വൈബിയുടെ ബോർഡ് മുമ്പ് കൂടി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഈ മേഖലയിൽ നിന്ന് സഹകരിക്കുന്ന, കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനദാസനാണ് സജി. അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ സെൻ്ററൊക്കെ കർത്താവ് ഒത്തിരി വളർത്തി. അതിൻ്റെ ഒരു തീർച്ചയായിട്ടും പ്രയോജനം നമുക്ക് ഉണ്ടാകണമല്ലോ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സംവിധാനങ്ങൾ നമുക്ക് വിട്ടുനിന്ന് നമ്മളെ സഹായിക്കുമെന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ മേഖല ഡയറക്ടേഴ്സ് നിങ്ങളെ ഭരിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമല്ല, മറിച്ച് ഇവിടെയുള്ളതായ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ തങ്ങളാവുള്ളൂ അതിന് പിന്നിൽ അധ്വാനിക്കുക നിങ്ങളോട് ചേർന്ന്. അപ്പോൾ തന്നെ പാസ്റ്റർമാരും ബിഷപ്പ് പാസ്റ്റർമാരും അവരോട് പൂർണ്ണമായി സഹകരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിസ്വാർത്ഥമായ അവർ കാര്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഓഫീസിൽ നിന്ന് അവർക്കൊപ്പം പൈസ ശമ്പളമായിട്ടോ ടീ അലവൻസോ ഒന്നും നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ 100% സഹകരണം മേഖലയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ടെങ്കിൽ നമുക്ക് കരം കോർത്ത് തോളോട് ചേർന്ന് ഈ ഹൈറേഞ്ച് മേഖലയുടെ ഉദ്ധാരണത്തിനായി പ്രവർത്തിക്കാനായിട്ട് കഴിയും. എനിക്കറിയാം പല സഭകളിലും പണിയുവാനായിട്ടുണ്ട്. തോണിക്കടവിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഡോക്ടർ പരമോൻ സാർക്ക് വ്യാസവരാണ് ആരാധനയ്ക്ക് വന്നല്ലേ? ചെറുതോണി, ഞാൻ ചെറുതോണിയുടെ കാര്യം ഞാൻ പറയുന്നു. ചെറുതോണി സ്തോത്രം. നമ്മളെല്ലാം കൂടെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അവിടെ സഭകൾ വെക്കുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. ഈ വർഷം തന്നെ തങ്കമണിയിൽ കുറച്ച് നാളായിട്ട് നമ്മുടെ പ്രവർത്തനത്തിന് എനിക്കൊന്ന് ചാക്കമാഷ വന്നിട്ടില്ലേ? നമ്മൾ അടുത്തിടെ കിട്ടിയിട്ടില്ല. പ്രൈസോ മുകളിലോട്ട് പണിയാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ ജോൺസൺ നിർമ്മല സിറ്റി കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ വർഷം നമ്മൾ ആ ഹോളെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീരും. കേരളത്തിൽ അങ്ങോളം ധാരാളം ഹോളുകൾ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ മാനന്തവാടി നമ്മൾ സഭകൾ പണിയുവാനായി കണ്ടിട്ടു. അപ്പോൾ തന്നെ കൊയിലേരി സഭകൾ പണിതുകൊണ്ടിരിക്കുന്നു. മാനന്തവാടി നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം ജോബി എന്ന് പറയുന്ന മാസ്റ്റർ അവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞ 7 വർഷം കൊണ്ട് 80 പേരെ നേടുവാനായിട്ടിടയായത്. 80 പേര് മാനന്തവാടി ടൗണിൽ നമുക്കുണ്ട് ആരാധിക്കാനായിട്ട്. ടൗണിൽ തന്നെ കർത്താവിൻ്റെ കൃപയാൽ ഒരാലയം പണിയുവാനായിട്ടുള്ള കല്ല് നമ്മൾ വിടുവാനിടയായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ വളർന്നുടയിൽ നിന്നും ഉള്ളിലേക്ക് പോകുമ്പോൾ ഗ്രാമത്തിൽ പാടലിൽ നമ്മളെ ഹോളിൽ പ്രതിഷ്ഠിക്കുവാനിടയായത്. ഈ അടുത്ത വെള്ളിയാഴ്ച കൂടല്ലൂരിൽ ഹോൾ നമ്മൾ പ്രതിഷ്ഠിക്കും. വ്യാഴാഴ്ച
വെള്ളിയാഴ്ച കൊഴുവല്ലൂരെ ഹോള് നമ്മൾ പ്രതിഷ്ഠിച്ചു. ഞാൻ പറഞ്ഞത് കേരളത്തിൽ എങ്ങോളം ഇങ്ങോളം പണികൾ നടക്കുക. ഷെറിൻ സാറ് ചെങ്ങന്നൂർ ടൗണിൽ ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ച് ഉപസിച്ച് കല്ലിടുവാനായിട്ടുള്ളതായി തീർന്നു. ഒരു പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവല്ല ടൗൺ സഭയ്ക്ക് വേണ്ടിയുള്ള ഹോള് പണി നടന്നുകൊണ്ടിരിക്കുകയും മുക്കട സഭാ ഹോള് അടുത്ത ആഴ്ച പ്രതിഷ്ഠിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലായിടത്തും കെട്ടുപണികൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഹോള് പണിയാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അസാധ്യമെന്ന് ചിന്തിക്കുന്ന അനേക കാര്യങ്ങളുടെ മേൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ചിലപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞേക്കാം, ചിലപ്പോൾ ചില നാളുകൾ കഴിഞ്ഞേക്കാം. എന്നാലും നമ്മളതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കണം, നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കാലം കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യാമെന്നുള്ള ചിന്തയല്ല, മറിച്ച് എൻ്റെ കാലത്ത് അത് ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുവാനായിട്ട്. എനിക്കറിയത്തില്ല മേഖലയിലെ ഒരു കാര്യം, ഒരു മീറ്റിംഗ് ഉണ്ടായാൽ നിങ്ങൾ എത്രമാത്രം മേഖലയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുന്നു. ഈ മേഖലയിൽ ഒരു മരണം ഉണ്ടായാൽ മുളക്കടയിൽ ഓവർസർ വന്ന് ആ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ മേഖലാ ഡയറക്ടറെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഈ മേഖലയിൽ കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിയാണെങ്കിൽ വരും, അല്ലെങ്കിൽ മേഖലയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് അത് നടത്തുകയായിരിക്കും ഏറ്റവും ഭംഗി എന്നാണ്. ഞാൻ ഹൈറേഞ്ച് മേഖലയിൽ ഞായറാഴ്ചകളിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. താമസിയാതെ ഹൈറേഞ്ച് മേഖലയിൽ വരും. സാധാരണഗതിയിൽ ഞാൻ ഞായറാഴ്ച കുറഞ്ഞത് 3 ആരാധനയ്ക്കൊക്കെ പോകാറുണ്ട്. ചില സമയത്ത് 5 ആരാധനയ്ക്ക് വരെ പോകാറുണ്ട്. ഞാൻ വിളിക്കാതാ ചെല്ലുന്നത്. കാരണം എനിക്ക് കവർ വേണ്ട, വിളിക്കാതെ ചെല്ലുന്നുള്ളൂ. പ്രത്യേകിച്ച് ഊണും വേണം. ഇവനോട് ചോദിച്ചതറിയാം. മുണ്ടക്കയത്ത് ഞാൻ വിളിക്കാതാ ചെന്നെ. മുണ്ടക്കയത്ത് പോകുന്ന വഴിക്ക് അവിടെ ഇടയ്ക്ക് കണ്ട ഹോളിലൊക്കെ കയറിയിട്ടാണ് 12 മണിക്ക് ഞങ്ങൾ മുണ്ടക്കായ ഹോളി വന്നു. അവർക്കൊരു ബേഡനാകണ്ട, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കോഴഞ്ചേരി വന്നു. ഞങ്ങൾ ആഹാരം കഴിച്ചു. ഒറ്റക്കൽ നോർത്തിലും ഒറ്റക്കൽ സൗത്തിലും മാർത്താണ്ഡക്കരയും തെന്മലയും കുളത്തൂപ്പുഴയൊക്കെ പോയിട്ട് ഞങ്ങൾ ഒന്നിലൊന്ന് ആഹാരം കഴിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നിങ്ങളുടെയൊക്കെ ഹോളുകൾ വരുമ്പോൾ വിളിക്കാതിരിക്കാൻ വന്നല്ലോ, എന്തോ കൊടുക്കുന്നത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ താമസം ഞാൻ കത്താവിനോരോ താമസം 2019 തന്നെ ഹൈറേഞ്ചിലുള്ള ഹോളുകളിൽ കയറി ഇറങ്ങാനും അവിടെ എത്ര പേര് ആരാധനയ്ക്കുണ്ടെന്നും അവിടുത്തെ കാഴ്ചകളുടെയും അവിടുത്തെ ഹോളുകളുടെയും അവസ്ഥ മനസ്സിലാക്കുവാനും അവിടുത്തെ ദേവദാസന്മാരുടെ പ്രവർത്തനക്ഷമതയെന്ന് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഈ മേഖലയിലേക്ക് ഞങ്ങൾ താമസിയാതെ വരും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമുക്ക് ആത്മഭാരത്തോടെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയണം. അങ്ങനെ പ്രവർത്തിക്കുന്ന അനേക ദേവദാസന്മാരുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ പ്രവർത്തിക്കാത്തവരുമുണ്ട്. നമ്മളെ കർത്താവ് വിളിച്ചത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീരാൻ. ഞാനും നിങ്ങളും ബൈബിൾ സ്കൂളിലേക്ക് പോയപ്പോൾ ഒന്നും കണ്ടിട്ടല്ല നമ്മൾ പോയത്. ഒരു ബൈക്ക് ഉണ്ടാകുമെന്നോ, ഒരു കാർ ലഭിക്കുമെന്നോ, ഒരു വീട് ലഭിക്കുമെന്നോ, നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുമെന്നോ ഒന്നും നമ്മൾ ചിന്തിച്ചതല്ല. പക്ഷെ ഓർക്കുക, നമ്മൾ ബൈബിൾ സ്കൂളിൽ പോയ സാഹചര്യത്തിൽ നിന്നും എത്രമാത്രം ദൈവം നമ്മളെ ഭൗതികമായി ആദരിക്കാനായിട്ടുള്ള ആയിത്തീർന്നതുകൊണ്ട് നമ്മൾ ആരും നിന്നതല്ല പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ നിർത്തിയത്. കർത്താവിൻ്റെ കൃപ മാത്രമാണ് നമ്മളായിരിക്കുന്നത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീരാനായിട്ട് നമ്മളെ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന മേഖലകളെ കുറിച്ച് പറയാം. അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ കഴിഞ്ഞ 3 വർഷവും ആരെയും നേടിയിട്ടില്ല. ആ ഏരിയയിൽ തന്നെ അദ്ദേഹത്തിന് സഭ വേണം അടുത്തത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരെങ്കിലും കഴിഞ്ഞ 3 വർഷം കൊണ്ട് നേടിയോ BD വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ? അദ്ദേഹം പറയുന്നത്, ഈ ആരാധിക്കുന്ന വീട്ടുകാർ സാക്ഷിയില്ലാത്ത.
അതുകൊണ്ട് ആരെ കിട്ടാത്തത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമായ റെൻറ്റും ജീവിത ചെലവിനുള്ളത് ഞാൻ തരാം, എന്നാൽ പുതിയൊരു പ്രവർത്തനം തുടങ്ങാനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടാനാണ്. നമ്മൾ പ്രവർത്തിച്ച ആത്മാക്കൾ വരുമെന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഈ വീട്ടുകാരിങ്ങനെ ആയതുകൊണ്ട് എന്നും ഇങ്ങനെ ഇരിക്കാനും 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് എത്താൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരു ഭവനത്തിൽ കാലുകുത്തിയാൽ ആ ഭവനത്തിൽ ചില വിടുതലുകൾ നടക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു. നമ്മൾ പറയും നമ്മുടെ കൂടെയുള്ള വിശ്വാസികൾ സാക്ഷ്യമില്ലാത്തവരാ, ഈ ദേശത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ യേശുവിൻ്റെ ഈ ദിവ്യമായ വചനം എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാനായിട്ടിടയായിത്തീർന്നു. ശലോമോൻ ദേവാലയം പണിയുവാനായി സോൾ രാജാവായ ഹീരാമിൽ നിന്നും ധാരാളം മരങ്ങൾ ഗിഫ്റ്റായി ലഭിക്കാനിടയായിരുന്നു. ദേവദാരും സരളമരവും ഒക്കെയായി ആലയം പണിക്കായി അന്യരാജ്യത്തു നിന്നും ശത്രുരാജ്യത്തു നിന്നും ധാരാളം ഗിഫ്റ്റുകൾ ലഭിച്ചു, തടികൾ, ഉരുപ്പടികൾ. അതിന് പകരമായി ശലോമോൻ രാജാവ് ഹീരാമിന് കൊടുത്തത് ഈ രാജ്യത്തെ 20 പട്ടണങ്ങളാണ്. ആ രാജാവിന് വലിയ സന്തോഷം തോന്നി. ശത്രു രാജ്യത്ത്, അന്യരാജ്യത്ത് എനിക്കൊരു ബേസ് ഉണ്ടല്ലോ, 20 പട്ടണങ്ങൾ ഈ തടിക്ക് പകരമായി എനിക്ക് പ്രത്യുപകാരമായി ലഭിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അവസാനം ദേവാലയമൊക്കെ പണിതിന് ശേഷം തനിക്ക് ശലോമോൻ രാജാവ് തന്നതായ ഗിഫ്റ്റായി തന്നതായ 20 പട്ടണങ്ങൾ ഓർക്കുക. പാകിസ്ഥാന് കേരളത്തിലെ ഒരു 20 പട്ടണം, അല്ല ഉത്തർപ്രദേശിലെ 20 പട്ടണം ദാനമായി കൊടുത്താൽ എത്ര സന്തോഷമായി, ചൈനയ്ക്ക് കൊടുത്താൽ എത്ര സന്തോഷമായി, ബംഗ്ലാദേശിന് കൊടുത്താൽ എത്ര സന്തോഷമായി, അമേരിക്കക്കാർക്ക് ബേസിനായി നമ്മുടെ രാജ്യത്ത് കൊടുത്താൽ എത്ര സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം വന്നത്. പക്ഷേ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിസ്സാരമാണ്, ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത ദേശമാണ്. ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത ദേശം. അനേകം രാജാക്കന്മാർ മാറി മാറി വന്നു, ജനങ്ങൾ മാറി മാറി വന്നു, പക്ഷെ കാബൂളിന് മെച്ചമൊന്നും ഉണ്ടായില്ല. കാബൂളായി തന്നെ തുടരുകയാണ്. ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത വരണ്ട ദേശം, യാതൊരു പച്ചപ്പില്ലാത്ത ദേശം, ഇരുണ്ട ദേശം, ആർക്കും വേണ്ടാത്ത ദേശം. യെശയ്യാ പ്രവാചകന്റെ കാലത്ത് യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കഷ്ടതയിലിരുന്ന ദേശത്തിനെയും തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ദേശത്തിനൊക്കെയും വലിയ പ്രകാശം വ്യാപരിക്കാനായിട്ടിടയായത്. യേശുക്രിസ്തുവിന്റെ വരവിന് 700 വർഷങ്ങൾക്ക് മുമ്പേ ഈ കാബൂളിനെ നോക്കിക്കൊണ്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവചനം, ഒരു വലിയ വെളിച്ചം ഈ ദേശത്തേക്ക് വരുവാൻ പോകുകയാണ്. ഈ ദേശത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ പോകുകയാണ്. ദേശം അറിയപ്പെടുന്ന ദേശമായി മാറുവാനായിട്ടിടയായിത്തീരും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നന്മ ഈ ദേശത്ത് നിന്നുണ്ടാകുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, എൻ്റെ യേശു കർത്താവ് യോർദാനെ യോഹന്നാൻ സ്നാപകനെ തടവിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ യേശു ഈ ഗലീല ദേശത്തേക്ക് കാലുകുത്താനിടയായി തീർന്നപ്പോൾ ആ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകാനിടയായി തീർന്നു. കഷ്ടതയിരുന്ന ദേശത്തേക്ക് ദൈവത്തിന്റെ വലിയ വെളിച്ചം, വലിയ അനുഗ്രഹം വീശുവാനായിട്ടിടയായി തീർന്നു. എൻ്റെ യേശു കർത്താവിന്റെ കാൽപാദം കുത്തിയ ആ ദേശം ഇന്നും അറിയപ്പെടുന്ന ദേശമായി തീരുവാൻ, അനേകർ സഞ്ചരിക്കുന്ന, അനേക വിസിറ്റേഴ്സ് കയറിയിറങ്ങുന്ന ഒരു ദേശമായി, ലോകം അറിയപ്പെടുന്ന ഒരു ദേശമായി തീരാനിടയായി തീർന്നെങ്കിൽ യേശുവിൻ്റെ വചനവുമായി, യേശുവിൻ്റെ ആത്മാവിനാൽ മുന്നേറുന്ന ഞാനും നിങ്ങളും കാലുകുത്തുന്ന ഭവനങ്ങൾ, കാലുകുത്തുന്ന ദേശം അനുഗ്രഹിക്കപ്പെടുമെന്നൊരു വിശ്വാസം എന്നെയും നിങ്ങളെയും ഭരിക്കുവാനായിട്ടിടയായി തീർന്നാൽ
ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനായിട്ടിടയായി തീരും. സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ ഇന്നലെ വരെ വലിയൊരു ദൈവകൃപ ഇല്ല എന്ന് ചിന്തിച്ചവരായിരിക്കാം. എന്നെ കൊണ്ട് ഇത്രമേ കഴിയത്തുള്ളൂ എന്ന് ചിന്തിച്ചവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്നിൽ കൂടെ ദൈവം ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്തും. എന്നിൽ കൂടെ ദൈവം ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ കാലുകുത്തുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും. ഞാൻ കാലുകുത്ത ഭവനങ്ങളിലെ സകല ബന്ധനങ്ങളെ മണിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ കാലുകുത്തുന്ന ദേശത്ത് വലിയ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് ഇടയായി തീരും. അല്ലെങ്കിൽ ഇന്നലെ വരെ ശുശ്രൂഷിച്ച പോലെ അല്ല, ഇന്ന് മുതൽ ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ ശക്തമായി വ്യാപരിച്ചുകൊണ്ട് ഞാൻ കാലുകുത്തുന്ന ഭവനങ്ങൾ വലിയൊരു വെളിച്ചം വീശുവാനിടയായി തീരും. എൻ്റെ സഭയിൽ വലിയൊരു വെളിച്ചം വീശുവാനായിട്ടിടയായി തീരും. എൻ്റെ പാഴ്സനേജിൽ വലിയൊരു വെളിച്ചം വീശുവാനായിട്ടിടയായി തീരും. ഇന്നലെ വരെ കെട്ടിയിരുന്ന സകല കെട്ടുകളും പൊട്ടിക്കുന്ന ഒരു സർവശക്തനായ എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ, എൻ്റെ പാഴ്സനേജിൽ, എൻ്റെ ആരാധനയിൽ വെളിപ്പെടുമെന്ന് ഈ ദിവസങ്ങൾ നമ്മൾ വിശ്വസിക്കാനായിട്ടിടയായി തീരണം. ഒരു പൊത്തുവരുന്ന ശുശ്രൂഷക്കാരായി മുന്നോട്ട് പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പൊത്തുവരുന്ന ശുശ്രൂഷക്കാരായി മുന്നോട്ട് പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ കാലുകുത്തിയപ്പോൾ അവിടെ ആ ദേശത്തെ ബന്ധിച്ച അർത്തമിസ്തയുടെ സകല കെട്ടുകളെ പൊട്ടിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ജനമിടയായി തീർന്നെങ്കിൽ ആ പൗലോസിനെ വ്യാപരിച്ച അതേ ആത്മാവാണല്ലോ നമ്മളിലും വ്യാപരിക്കുന്നത്. പൗലോസ് സേവിച്ച അതേ ദൈവത്തെയാണല്ലോ നമ്മളും സേവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഒരു ചലഞ്ചായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ച ഇടത്തിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഹൈറേഞ്ച് മേഖല തീർച്ചയായിട്ടും പ്രൈസ് ലോർഡ് ഇനിയിപ്പോൾ വെച്ചുച്ചിറയിൽ നിന്നും റാന്നിയിൽ നിന്നും അധികം ദൂരമില്ല ചപ്പാത്തിലേക്ക് വരാൻ, കട്ടപ്പനയിലേക്ക് വരുവാൻ, ആലടിയിലേക്ക് വരുവാൻ, സ്വരാജിലേക്ക് വരുവാൻ, മാട്ടുകട്ടയിലേക്ക് വരുവാൻ ഒക്കെ അധികം ദൂരമില്ല. സ്വതന്ത്ര കർത്താവിന്റെ ദാസൻ വെച്ചുച്ചിറ ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററായിട്ടാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് വരുവാൻ വലിയ എളുപ്പമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയ തോമസ് ആണ്, പ്രിയ ലൈജുനായന, എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർച്ചയായിട്ടും സഹകരിച്ച് പ്രവർത്തിച്ച് ഈ മേഖല എത്രമാത്രം ഔന്നത്യത്തിലേക്ക് ഉയരാമോ അത്രത്തോളം സർവശക്തനായ ഉയർത്തട്ടെ. ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് ഒരു കൈത്താങ്ങലായി ഈ മേഖലയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം പാസ്റ്റർ മൈജോസിനെയും അദ്ദേഹത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ടീമിനെയും ഈ ഹൈറേഞ്ച് മേഖലയുടെ ഉന്നമനത്തിനായി, ആത്മീയ ഭൗതിക നിലവാരങ്ങളുടെ ഉയർച്ചയ്ക്കായി, വിശാലതയ്ക്കായി കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഔദ്യോഗികമായിട്ട് ഇവിടെയുള്ളതായ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാം. ഒരു പാട്ടിൻ്റെ ഈരടി നമുക്ക് പാടാം. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപയെ
നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനായി. കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ. Praise the Lord. Praise the Lord. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്ത സർവശക്തനായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായുള്ളവയെ, പല പ്രതികൂലങ്ങൾ സഭയ്ക്ക് വിപരീതമായി ആഞ്ഞടിച്ചപ്പോൾ, പല പ്രയാസങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ യഹോവയായ ദൈവം തകർന്നു പോകാതെ ഇരുന്നത് അങ്ങയുടെ കൃപ ഇവിടെ ഉള്ളത് കൊണ്ടാവാം. ഇന്നുവരെയും സഭയെ കർത്താവ് ആഗോള വ്യാപകമായി പടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹൈറേഞ്ച് മേഖലയുടെ ഉന്നമനത്തിനായി, പുരോഗതിക്കായി ഞങ്ങൾ നിയമിച്ച ഹൈറേഞ്ച് മേഖല ഭാരവാഹികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ശേഷാഭാഷമായി ജോസിനായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലായിരുന്ന സ്ഥാനത്ത് സ്തുത്യർഹമായി സേവനം അനുഷ്ഠിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ, ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങളുടെ ദാസനും കരകളിൽ തരാൻ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹൈറേഞ്ച് മേഖലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൃപ പ്രിയ ദാസന്റെ പേര്, പ്രിയ തോമസാന്റെ പേര്, പ്രിയ രാജുനാനാന്റെ പേര്, പ്രിയ അനീഷയുടെ പേര്, പ്രിയ ഷാജി ഇടുക്കിയുടെ പേരെല്ലാം എൻ്റെ കർത്താവ് ശക്തമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഡിസ്ട്രിക്ട് പാസ്റ്റർമാർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ലോക്കൽ പാസ്റ്റർമാർക്കായി സ്തോത്രം ചെയ്യുന്നു, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദൈവ മക്കൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഐക്യതയോടെ, സ്നേഹത്തോടെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവ കൃപയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ അനേക ആത്മാക്കളെ നേടുവാൻ, അനേക കുടുംബങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങയുടെ ദാസന്മാരെ ഈ ദിവസങ്ങൾ ശക്തമായി കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായ വേദന അനുഭവിക്കുന്ന അനേക ദൈവദാസന്മാർ ഒരു കുടുംബങ്ങളുണ്ടല്ലോ കർത്താവ്, ഈ ദിവസങ്ങള് അവിടുത്തെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന അവർക്കായി സഭയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഇവിടെയുള്ള എല്ലാവർക്കുമായി സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ DP-മാരായിരിക്കുന്ന DP മാത്യു ഭാഷക്കാർ, ജെയിംസ് ഭാഷക്കാരൊക്കെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, എല്ലാവരും കർത്താവ് സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സജീവ ഫെർണാണ്ടസിനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ മേഖലയുടെ ഉന്നമനത്തിനായി എല്ലാവരുമായ സംഭാവനകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിനായി സ്തോത്രം. ജോയ്ക്കായി സ്തോത്രം. ദാസന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി അതിന്റെ ബോർഡ് മെമ്പേഴ്സിനായി ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കുമായി സ്തോത്രം. ഷെർവിൻ സാറിനായി സ്തോത്രം. KG ജോൺ പാഷക്കായി സ്തോത്രം. അലക്സ് മുളക്കരയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന അനേകരുണ്ടല്ലോ, ബോർഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്കെതിരായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടെ, സർവശക്തനായ ദൈവത്തിന്റെ ആശീർവാദത്തോടുകൂടെ ഈ ഹൈറേഞ്ച് മേഖലയുടെ ഉന്നമനത്തിനായി ഹല്ലേലൂയ നമ്മൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലെ ഔദ്യോഗികമായിട്ട് ഈ ഓഫീസ് ഹല്ലേലൂയ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ സമർപ്പണ ശുശ്രൂഷ ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരമടച്ച് ദൈവത്തെ
ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഈ ശുശ്രൂഷ അഭിഷേകത്തോടെ ചെയ്ത ഞങ്ങളുടെ ഓഫീസോട് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് എല്ലാവർക്കും ഇരിക്കുക ഒരു നിമിഷം. തുടർന്ന് എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് നന്ദി നമ്മുടെ രാജ്യം മാസ്റ്റർ അറിയിക്കുന്നതാണ്. കർത്താവിൻ്റെ പരിശുദ്ധവും ധന്യവുമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ഈ മേഖലയുടെ വിവിധങ്ങളിലായിരിക്കുന്ന നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിവരുത്തിയ സാഹചര്യവും സാവകാശവും തന്ന് നമ്മെ ശക്തീകരിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ ദൈവസഭയ്ക്ക് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ നിലയിൽ സേവനം ചെയ്യുവാൻ ദൈവം തൻ്റെ ദാസനെ ഒരുക്കിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടത്തിനനുസരിച്ച് ഒരു വലിയ ദിശാബോധത്തോടും വലിയ ശക്തിയോടും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഒരുക്കിയെടുത്ത, ദൈവം കരുതി വെച്ച ഏറ്റവും ഉത്തമമായ ഒരു അനുഭവമാണ് ഈ കാലഘട്ടം ദൈവം നമുക്ക് തന്നത്. നമ്മുടെ ബഹുമാന്യനായ ഓവർസിയർ അമേരിക്കയിൽ വളരെ നന്നായി സേവനം ചെയ്യുകയും എല്ലാ സാഹചര്യങ്ങളിലും അവിടെ നിൽക്കാൻ കഴിയുന്ന നല്ല ചുറ്റുപാട്, തലമുറകൾ രണ്ടും കുടുംബമായി അവിടെ പാർക്കുവാൻ എല്ലാ സൗകര്യവും കിട്ടിയപ്പോൾ അവയെല്ലാം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ആലോചന കർത്താവിൻ്റെ ദാസനോടുള്ളത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗവും ഏറ്റെടുത്ത് വീണ്ടും നമ്മുടെ നടുവിൽ നമ്മിൽ ഒരുവനെ പോലെ വന്ന് ഓടി നടന്ന് ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ മഹത്വമുള്ള പ്രവർത്തിക്ക് തന്നാലാവുകയോളം ചുമൽ കൊടുക്കുകയും ചെയ്യുന്നു. ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുക, മറ്റുള്ള മുൻ ദൈവദാസന്മാരെ പോലെ അതിൻ്റെ വ്യത്യസ്തത നമ്മളെ ഓർസിക്കൊണ്ട് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച കാലം മുതൽ അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. ഇടകൈ ചെയ്യുന്നത് വലകൈ അറിയരുതെന്നുള്ള വലിയ ദൗത്യം ഉള്ളതുകൊണ്ട് ആ വചനപ്രകാരം ആരും അറിയാതെ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടുകയും, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് പരസ്യമായി പറയാൻ പറ്റും, ഞാൻ ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നതിന് പുറകിൽ ഏതെങ്കിലും നല്ല വസ്ത്രം ധരിക്കുകയോ നല്ല നിലവാരത്തിൽ ഞാനായിട്ടുണ്ടെങ്കിൽ എൻ്റെ അധ്യാപകൻ ബഹുമാന്യനായ CC തോമസ് സാറിൻ്റെ ഒരു നല്ല പ്രയത്നം അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന അധ്യാപകന് ഞങ്ങളുടെ ജോൺസൺ അനുസരിച്ച് രണ്ടുപേരും ഞങ്ങളെ പഠിപ്പിച്ചു. സി സാറെന്ന് ഞങ്ങളുടെ ജോൺസൺ സാറെന്ന് ഞങ്ങളുടെ അധ്യാപകൻ മാത്രമാണ്. പക്ഷേ അവരുടെ അധ്വാനങ്ങൾ, ദൈവം കൊടുത്ത നന്മകൾ, ശുശ്രൂഷയിൽ പോകുമ്പോൾ അന്നൊക്കെ ഓവർസീസും മറ്റ് ദൈവദാസങ്ങൾ ഓടി നിന്ന് ശുശ്രൂഷിക്കും, അവർക്കെല്ലാം നന്മ കിട്ടും. ഇവർ പാവങ്ങൾ, അവർക്ക് പഠിപ്പിക്കുന്ന ഒരു ചെറിയ തുച്ഛമായ നന്മയുള്ളൂ. പക്ഷേ അതിനകത്തുനിന്ന് മാറ്റിവെച്ച് ഞങ്ങളെ പലരെയും സഹായിക്കുകയും ഒരു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയപ്പോൾ ആദ്യം കഷ്ടപ്പെടുന്നവരെ തിരിച്ചറിഞ്ഞ് ഓരോ മേഖലകൾ ഉണ്ടാക്കുകയും അവിടുന്ന് കയറി വരുവാൻ ദൈവവസനം കർത്താവിൻ്റെ ദാസൻ കേരിയോൻ പാസ് പറയുന്ന പോലെ ഒരു നല്ല സഭ, ഒരു നല്ല ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കാൻ സീസാറാണ് ചെയ്തതെന്ന് എപ്പോഴും പറയും. സ്തോത്രം. ഞങ്ങളെല്ലാം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ദൈവദാസൻ്റെ കാലഘട്ടത്തിൽ വിദേശത്തുള്ള നമ്മുടെ പല സഭകൾ അവർക്കപ്പുറത്ത് ഇരുന്നെഴുന്നേൽക്കുന്ന പോലെ ഒത്തിരി സഭകൾ നമ്മോട് ചെയ്യുവാനിടയായി. ദൈവസഭ ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ നിലയിൽ കർത്താവിൻ്റെ ദാസൻ ശരീരത്തിൽ ഒത്തിരി ക്ലേശങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദൈവദാസന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വളരെ താമസിച്ചാൽ പിന്നെ ദീർഘകാലം ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ ദാസൻ്റെ സുസ്ഥിരമായ സേവനം നമുക്ക് ലഭിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ചുമതലയിൽ മുൻപോട്ട് തുടരുവാൻ കർത്താവ് ഇടയാക്കണം. അതിനുള്ള അവസരം ദൈവം കൊടുക്കുവാൻ ദൈവദാസന്മാരായ നാം എല്ലാവരും അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കുക. കർത്താവിൻ്റെ ദാസൻ CC തോമസ് സാർ അവരോട് പ്രത്യേക
നന്ദി ഈ തലത്തിൽ അറിയിക്കുന്നു. തിരക്കുകളുടെ നടുവിൽ കർത്താവദാസൻ പ്രത്യേക ഈ മേഖലയുടെ ഡയറക്ടറായി ഞാൻ ജ്യേഷ്ഠവും സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വൈ ജോസ് അവர்கள் നമുക്ക് വളരെ പ്രിയനാണ്. ഇവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരുടെയും പാസ്റ്റേജുകൾ വ്യക്തിപരമായി നിങ്ങളെ കണ്ട് സംസാരിക്കുകയും സന്ദർശിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾ വ്യക്തമായി അറിയുകയും അത് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസൻ തോമസാറും ഞാനും ഒരുമിച്ച് ചിന്തിച്ചിട്ട് ജോസ് പാസ്റ്റർ പലപ്പോഴും നമ്മുടെ ഓർഡ്സിനെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ നല്ല നേതൃത്വത്തെ ഓർത്ത് ഇത് സ്വാഗതം ചെയ്യുകയും പ്രത്യേക വന്ദനം ഈ മീറ്റിംഗിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ സെക്രട്ടറി വിജയ് തോമസ് സാറിനോടുള്ള പ്രത്യേക നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ടാണ് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സോണലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സോണലിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ തരണത്തിൽ അറിയിക്കുന്നു. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന എൻ്റെ സ്നേഹിതൻ, ദീർഘവർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൊട്ടാരക്കരയിലും അടൂരും ഒരുമിച്ച് പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസനായ വി ടി ജോയി, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പ്രവർത്തനം ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ച് നല്ലൊരു സഭയായി. അതിനുശേഷം രണ്ടാമത്തെ സഭയാണ് സ്തോത്രം. അവിടെ വർഷങ്ങളായിട്ടിരിക്കുന്നു. ഇന്ന് ചച്ചുകൂടിൻ്റെ ഒരു വലിയ സഭയാണ് അദ്ദേഹത്തിൻ്റെ സഭ. വളരെ നല്ല വേദവിദ്യാഭ്യാസമുള്ളതും ലോകപ്രകാരം സെക്കുലർ വിദ്യാഭ്യാസമുള്ളതും അപ്പോൾ തന്നെ ദൈവത്തിൽ നിന്നായി ശുശ്രൂഷിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ദേശത്ത് വലിയ സഭകൾക്ക് വേണ്ടി ചുമതലപ്പെടുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരായ ദൈവദാസനാണ് വി ടി ജോയി. അദ്ദേഹത്തെ ദൈവത്തോളം ഉയർത്തിയതിൽ ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ ദാസന് പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. എത്രയും പ്രിയനായ ഞങ്ങളുടെ പ്രിയ ജോൺസൺ ദാനിൽ സാറിന് നമുക്ക് വളരെ മനോഹരമായി ക്ലാസ്സുകൾ എടുത്തു. മുൻ എഡ്യൂക്കേഷൻ ഡയറക്ടർ, കൗൺസിൽ മെമ്പർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ ഒക്കെയായി സേവനം ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജോൺസൺ ദാനിൽ സാറിനുള്ള പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. എൻ്റെ പ്രിയ ജ്യേഷ്ഠ സുഹൃത്തുക്കളെ പോലെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ ട്രഷററും കൗൺസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ട്രഷററുമായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ കെ ജി ജോൺ പാസ്റ്ററിന് പ്രത്യേക നന്ദി തരണത്തിൽ അറിയിക്കുന്നു. ഈ സ്ഥലം സഭ ശുശ്രൂഷകനും ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രാദേശിക സഭാ ശുശ്രൂഷകനും ഡിസ്ട്രിക്ട് പാസ്റ്ററുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റജി കുര്യൻ അവരോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കോളി സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജെയിംസ് ടി അവരോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ടി പി മാത്യു പാസ്റ്റർ വളരെ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ ചപ്പാത്ത സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടും ഉള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ വേലക്കാരായിരിക്കുന്ന ജോസ് വി ടി, സുനു കോശി, പാസ്റ്റർ തോമസ് ടൈറ്റസ് എന്നിവരോടുള്ള നന്ദി പ്രത്യേക ഈ തരണത്തിൽ അറിയിക്കുന്നു. നമുക്ക് ക്ലാസ്സുകൾ നയിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷെർവിൻ വർഗീസ്, പ്രിയ കർത്താവിൻ്റെ ദാസൻ മധു, കർത്താവിൻ്റെ ദാസൻ ബിനുസ്രാം എന്നീ ദൈവദാസന്മാരുടെ പ്രത്യേക നന്ദി ഈ തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരായ പ്രിയ ഫിലോമൻ സാറ്, പ്രിയ മാത്യു ജോർജ്, നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് മെമ്പർ, കർത്താവിൻ്റെ ദാസന്മാരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ കുഞ്ഞുമഞ്ച് ഈ സെൻട്രൽ സോണൽ കമ്മിറ്റി അംഗമാണ്. നമുക്ക് ഏറ്റവും പ്രിയനായ ഞങ്ങളോടൊപ്പം വൈപ്പിയുടെ മുൻ ബോർഡ് മെമ്പർമാരായിരുന്നു ഞാനും സജി ഫെർണാണ്ടസ് സാറും. ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെയും ആയിരിക്കാനിടയായി. കർത്താവിൻ്റെ ദാസനോടും ഉള്ള പ്രത്യേക നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസന്മാർ, നമ്മുടെ മീഡിയ ഇത്രത്തോളം ഭംഗിയാക്കി തീർക്കുന്ന എൻ്റെ സ്നേഹിതൻ പ്രിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ലിനു ജോയിയോടുള്ള പ്രത്യേക നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്ന ടീമിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റ് ദൈവദാസന്മാരുടെ അസാന്നിധ്യത്തിൽ അവരുടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ കൂട്ടുവേലക്കാരായിരിക്കുന്ന എല്ലാ സോണലിലെ എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർ, 6 സെൻറ്ററുകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷിക്ത ദൈവദാസന്മാർ, നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് അവിടെ വന്നെങ്കിലും നിങ്ങളുടെ നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാദേശിക സഭയ്ക്ക് പ്രത്യേക നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. ഇവിടെ നല്ല ഫുഡ് എന്ന് ക്രമീകരിച്ചെന്ന പ്രിയ തോമസ്യാനോടുള്ള നന്ദി പ്രത്യേകം ഞങ്ങൾ അറിയിക്കുന്നു. നമുക്ക് മനോഹരമായ കൊയർ പാടി നമ്മളെ ആത്മാവിൽ ആരാധിക്കുവാനായി നയിച്ച കർത്താവിൻ്റെ ദാസൻ ചാക്കോ പാസ്റ്റർ, പ്രിയ ബിനുസ, നിങ്ങളോടുള്ള പ്രത്യേക നന്ദി. പ്രിയ രഞ്ജി പാസ്റ്ററിൻ്റെ മകൻ, അവരുടെ പ്രത്യേക നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു.
എല്ലാവർക്കും, എല്ലാ സഹോദരിമാർ, എല്ലാ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ സോണലിലെ കർത്താവ് എല്ലാ നിലകളിലും, ദേശത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം വളർത്തേണ്ടതിനും മുഖാന്തരങ്ങൾ ഒരുക്കേണ്ടതിനുമായി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ ശക്തിയോടും ബലത്തോടും നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ ഒരു ശുശ്രൂഷയുടെ നമ്മുടെ പാസ്റ്റർ ലിനു ദയവായി മുമ്പോട്ട് വരാം. പാസ്റ്റർ ലിനു ജോയി, അദ്ദേഹം ഈ ഹൈറേഞ്ചിൽ എല്ലാവർക്കും വളരെ സുപരിചിതനാണല്ലോ. അദ്ദേഹം ഒരു പുതിയ മൈ ലൈവ് സ്ട്രീം എന്ന ലൈവ് ടീം പ്രവർത്തനം ഈ അടുത്ത സമയത്ത് ആരംഭിക്കുവാനിടയായി തീർന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഓഫീസർ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസറെ ഞാൻ ശുശ്രൂഷിക്കുന്നു. പ്രിയ ലിനുവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ളതായ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. തീർച്ചയായിട്ടും ദൈവസഭയ്ക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇവിടെയുള്ളതായ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. പ്രിയ ലിനുവിനെ കുടുംബത്തെയും സമൂഹം അനുഗ്രഹിക്കുമായി. ലൈവ് സ്ട്രീം, മൈ ലിനു സ്ട്രീം എന്നല്ല, മൈ ലൈവ് സ്ട്രീം, മൈ ലൈവ് സ്ട്രീം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ലിനു ജോയി കഥാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷങ്ങളായി കഥാവിൻ്റെ പേരിൽ അധ്വാനിക്കുന്നു. തൻ്റെ പിതാവ് കഥാവിൻ്റെ പേരിൽ അധ്വാനിക്കാൻ കഥാവ് സഹായിച്ചു. ലിനുവിന് കൊടുത്തിരിക്കുന്ന വലിയ കഴിവിനായി വിശേഷാൽ മാധ്യമരംഗത്തൊക്കെയും വിശേഷാലൊരു കഴിവ് കഥാവ് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും മാധ്യമരംഗത്ത് പ്രവർത്തിച്ച് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ, ഇപ്പോൾ മൈ ലൈവ് സ്ട്രീം എന്ന ഒരു സ്ട്രീമിംഗ് പ്രോഗ്രാം കർത്താവിൻ്റെ ദാസന് തുടങ്ങുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സകല കൃപകളും അങ്ങയുടെ ദാസന്റെ മേൽ പകർന്ന് ഉത്തരോത്തരം വർദ്ധിച്ചു വരുവാൻ, വിശാലതയിലേക്ക് നീങ്ങുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മൈ ലൈവ് സ്ട്രീം എന്ന ഈ സ്ട്രീം പ്രോഗ്രാം ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കർത്താവ് പ്രാർത്ഥിക്കുന്നതുമായ ഒരു കാര്യങ്ങൾ, ഈ മേഖലയിലുള്ള മാസ്റ്റർമാർ എഴുന്നേറ്റിരുന്നാൽ എത്ര പേരുണ്ടെന്ന് നമുക്കൊന്ന് കാണാമായിരുന്നു. ഈ മേഖലയിലുണ്ട് സ്തോത്രം മാസ്റ്റർമാർ മാത്രം. ഇവിടെ നിന്ന് സാറിന് 1 2 2 3 4 5 6 പറ 7 8 9 ഇരി പറഞ്ഞു 10 11 ഉമ്മൻകുട്ടി പാസ്റ്റർ 14 അല്ലേ, 15 16 17 18 20 ഭാഷ 21 പറയും 22 അല്ലേ അടുത്തിരിക്കുന്നത് കേൾക്കത്തില്ല. 23 24 25 26 29 30 31. എത്ര പേരായി മേഖലയിലുള്ളത്? വരാത്തവരുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് സെക്രട്ടറി എടുത്തിട്ടുണ്ടോ? അതെടുക്കാൻ എടുക്കണം. നമ്മൾ അറിയണമല്ലോ ആരൊക്കെ വന്നില്ല എന്നുള്ളത്. സ്തോത്രം. അങ്ങനെ പോയി ചെറിയുന്നുള്ളൂ റിപ്പോർട്ട് നമുക്ക് തരണം. ഒരു മേഖലയുടെ ഒരു മീറ്റിംഗ് പലപ്പോഴും നമ്മൾ വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു കൂട്ടായ്മയ്ക്കും കേൾക്കാനൊക്കെ ആയിട്ടാണല്ലോ, പരസ്പരം പരിചയപ്പെടാനും കൂട്ടായ്മയ്ക്കൊക്കെ അത് വളരെ അനുഗ്രഹമാണ്. ഇനി ഒരു മീറ്റിംഗ് ഇങ്ങനെ വിളിച്ചാൽ എല്ലാവരും വരാനായിട്ട് വിശേഷം ഓർപ്പിക്കുകയാണ്. കഥാവധാരണമായി സഹായിക്കട്ടെ. പ്രിയ വലിയപ്പാസ് പ്രാർത്ഥിക്കും. നമ്മുടെ ഓഫീസിന് ആശീർവാദം പറയട്ടെ.
പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞവരെപ്പോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശേഷാൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച കർത്താവെ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കി കർത്താവ് തീർത്തതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷ കർത്താവെ, ഞങ്ങളുടെ സ്റ്റേറ്റ് ഓവർസിയറുടെ മധ്യത്തിൽ രഹസ്യമേറ്റ് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. യാത്രയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ള കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. കൗൺസിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അത് വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർത്തു. അതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ സ്തോത്രം. കൗൺസിൽ കർത്താവെ അല്ലെങ്കിൽ ഡയറക്ടർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സോണൽ ഡയറക്ടറെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ബോർഡ് മെമ്പേഴ്സ് എല്ലാവർക്കുമായി ഞങ്ങൾ ദൈവസന്നിധിയിലോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളിൽ വിവിധയിടങ്ങളിൽ നമ്മളെ ബന്ധപ്പാട് ശ്രമിച്ച് കടന്നു വന്ന ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, കർത്താവെ, ഞങ്ങളുടെ ദൈവദാസന്മാർ എല്ലാവർക്കുമായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ മക്കളെ എല്ലാവർക്കുമായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമർത്ഥിയായി അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിൽ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും സമർത്ഥിയായി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശേഷാൽ കടന്നു വന്ന കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തെ സൂക്ഷിപ്പാൻ കർത്താവിന്റെ അഭിഷേകന്മാരെ ഇന്ന് പകലിലുള്ള കരങ്ങളിൽ എടുത്തല്ലോ. അതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അധികമായി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്റ്റേറ്റ് അതേ കർത്താവെ കൗൺസിൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ഹൈറേഞ്ച് സോണലിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സോണൽ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകന്മാർ ഒരുമിച്ച് ഐക്യതയോടെ കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലകളിലുള്ള ഒരു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങൾക്ക് ഹൈറേഞ്ചിൽ കാണുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽ കടന്നു വന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ അഭിഷേകന്മാർ അവർ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരുന്ന് എല്ലാ നിലയിലും അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള നല്ല കർത്താവിനെ കരം വെച്ച് ഞങ്ങളുടെ ഈ പകലിൽ സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയും. കരങ്ങൾ ഏൽപ്പിക്കും. പ്രാർത്ഥന കേട്ട് ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ സ്തുതിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കും. കൃപ തോന്നി കേൾക്കണമേ. ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മളെല്ലാവരോടും വിശേഷാദിമയോടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിരക്കപ്പെട്ട കുഞ്ഞാടിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം.